ഹായ് ഡിയർ ഫ്രണ്ട്സ്, നവാസ് ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. റബീഉൽ അവ്വൽ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നബിദിനത്തിൻ്റെ പേരിൽ നല്ലതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ന്യൂസുകളുടെ ഇടയിൽ ആരായിരുന്നു നബി, എന്തായിരുന്നു നബിയുടെ ദൗത്യം, എന്തിനാണ് ദൈവം മുഹമ്മദ് എന്ന വ്യക്തിയെ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയത് എന്നുമൊക്കെയുള്ളതിൻ്റെ ചെറിയൊരു വിശദീകരണം കൂടി നമ്മൾ കേൾക്കുന്നത് നല്ലതാണല്ലേ. അത് നല്ലൊരു പ്രഭാഷകൻ്റെ വാക്കുകളിലൂടെ കൂടിയാണെങ്കിൽ അത് കേൾക്കാനൊരു സുഖം തന്നെയായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, 10 മിനിറ്റോളം ഉള്ള ഈ മെസ്സേജ് എല്ലാവരും കേൾക്കുകയും ആ ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നവാസ് ഡയറി സൈനിങ് ഓഫ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നന്നായി അറിയുകയും പിൻപറ്റുകയും വേണം. സുന്നത്തുകളെ മുറുകെ പിടിക്കുകയും വേണം. അത് പറയുകയും പ്രചരിപ്പിക്കുകയും ഒരുപക്ഷെ വിമർശകന്മാരുടെ മുമ്പിൽ അതിൻ്റെ സത്യാവസ്ഥയെ സ്ഥാപിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളിൽ ആ സുന്നത്തുകൾ ഉണ്ടാകണം എന്നത്. നമുക്ക് ആ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ കഴിയണം എന്നുള്ളത്. വളരെ പ്രസിദ്ധനായ മഹാനായ ഒരു വ്യക്തിത്വമാണ് മുജദ്ദിദ് അൽ-ഫസാനി റഹിമഹുല്ലാ അവറുകൾ. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ ഒരു സദസ്സിൽ അനേകായിരം ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ അവർക്ക് മുമ്പാകെ എഴുന്നേറ്റ് നിന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ഇത്തിബാഉം ഒക്കെ പറയാനും പ്രസംഗിക്കാനും അത് കേൾക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു പണ്ഡിതന്റെ മുമ്പിൽ ആളുകൾ ഒത്തുകൂടിയതെന്ന് വിചാരിക്കും. ആ സദസ്സിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും അടുത്തിരിക്കൂ, ഞാൻ ദുആ ചെയ്യാം, നിങ്ങളൊക്കെ ആമീൻ പറയണം. എല്ലാവരെയും അടുത്തിരുത്തിയിട്ട് അദ്ദേഹം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തി. നമ്മളൊക്കെ സാധാരണഗതിയിൽ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പ്രാർത്ഥനയിൽ ദീർഘമായ നിലയിൽ പലതും പറഞ്ഞു കേൾക്കാറുള്ളത് പോലെ അറബിയിലും മലയാളത്തിലുമൊക്കെ മാറി മാറി പറഞ്ഞ ഒരു സുദീർഘമായ പ്രാർത്ഥനയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. പകരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അല്ലാഹുവേ, നിന്റെ നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നവനായി എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും നീ ജീവിപ്പിക്കണമേ. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു. അതിനുശേഷം അല്ലാഹുവേ, നിന്റെ നബിയുടെ സുന്നത്തുകളെ പിൻപറ്റുന്നവനായ നിലയിൽ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും നീ മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്തു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നാളെ മഹ്ശറയിൽ നിന്റെ നബിയുടെ സുന്നത്തുകളെ പിൻപറ്റുന്നവനായി എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും നീ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് ദുആ ചെയ്തു. വേറെ ദുആക്കളൊന്നുമില്ല. ഈ സദസ്സിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം വർത്തമാനം പറയാൻ ക്ഷണിക്കപ്പെട്ട ഒരു വിനീതൻ എന്ന നിലയിൽ ഞാനും ആ ദുആ ആവർത്തിക്കുകയാണ്. അല്ലാഹുവേ, ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ അറിയേണ്ടതുപോലെ അറിയാതെ അവിടുത്തെ അനുയായികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വൈദഗ്ധ്യം പ്രയോഗിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് കരിവേറിത്തേക്കാൻ ഉരുമ്പട്ടിറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ അറിയണം, പിൻപറ്റണം, പിന്തുടരണം, ഞങ്ങളെ മുത്തബിഅ സുന്നത്തുകളാക്കി മാറ്റണം. അത് നമ്മുടെയൊക്കെ ദുആയാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന സഫലമാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണ്ണൂരിൽ ഇത്ര മെനക്കെട്ട് സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ഒത്തുകൂടിയത്. അല്ലാഹു തആല നമ്മളുടെ ഈ സദസ്സിനെയും ഇതുവരെ നടന്ന സംസാരങ്ങളെയും കേട്ടവരും കേൾക്കാത്തവരുമായ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഈ തരത്തിൽ ഉപകാരപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവസാനം നാളെ മഹ്ശറയുടെ വൻസഭയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസറൊക്കെ വാങ്ങി കുടിച്ചിട്ട് സന്തോഷത്തോടുകൂടി ഒന്നിച്ച് നിൽക്കാൻ, ഒന്നിച്ച് പോകാൻ, ഒന്നിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെളിച്ചമാണ്, ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തെ അള്ളാഹു ഭൂമിയിൽ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഇരിക്കുന്ന നമുക്കൊക്കെ മനുഷ്യരാകാൻ സാധിച്ചത്. നമ്മൾ ആ നബിയെ അറിഞ്ഞപ്പോഴാണ് നല്ല ഉസ്താദായത്,
നല്ല വാപ്പയായത്, നല്ല ഉമ്മയാകാൻ ശ്രമിച്ചത്, നല്ല സഹോദരിയും നല്ല സഹോദരനുമൊക്കെ ആകാൻ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുട്ടികളോട് സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു. പാതിരാത്രിയുടെ ഇരുളടഞ്ഞ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഒത്തിരിക്കുകയായിരുന്നു എന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് വെളിച്ചം നഷ്ടപ്പെട്ടു, പ്രകാശം, കരണ്ട് പോയി, ഇരുട്ടായി. കൂരിരുട്ട് കൊണ്ട് കട്ട പിടിച്ച ദുർഘടമായ ആ സദസ്സിൽ നമ്മളിൽ പല ആളുകളും പരസ്പരം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കിലും പെട്ട് പലരെയും ചവിട്ടി മരിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്ന് സങ്കല്പിക്കും. പെട്ടെന്ന് കരണ്ട് പോയി. എൻ്റെ അടുത്തിരുന്നത് പ്രായമുള്ള വാപ്പയാണെന്ന് ഞാൻ തിരിച്ചറിയാതെ അദ്ദേഹത്തെ കാലുകൊണ്ട് ഞാൻ ചവിട്ടി. എൻ്റെ അടുത്തിരുന്നത് കൊച്ചു കുഞ്ഞാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ ചവിട്ടി മരിച്ചു. അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കരണ്ട് വന്നത്, ലൈറ്റ് വന്നത്, ഒരു വെളിച്ചം വന്നത്. ആ വെളിച്ചം വന്നപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടായത്. തല അൽ ബദുറു അലൈന മിൻ സനിയാത്തിൽ വിദാഇ എന്ന് പാടാറില്ലേ നമ്മൾ? അഷ്റഖൽ ബദുറു അലൈന ഫഖ്തഫത് മിൻഹൽ ബുദൂർ. അഷ്റഖൽ ബദുറു അലൈന. പാട്ടുപാടുന്നത്, കവിത ഉച്ചരിക്കുന്നത് നബിസ്നേഹത്തിൻ്റെ പേരിലാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും അതിൻ്റെ മനോഹാരിതയ്ക്ക് അപ്പുറത്ത് ഇങ്ങനെ ഒരു അർത്ഥതലമുണ്ട്. തല അൽ ബദുറു അലൈന. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഔസും ഖസ്റജും ഒക്കെ പരസ്പരം കടിച്ചു കീറി മൃഗങ്ങളെക്കാളും ദുഷിച്ച തരത്തിലുള്ള ജീവിതം നയിച്ചിരുന്ന മദീനയുടെ ആ പ്രതലത്തിലേക്ക് സനിയത്തുൽ വിദാഇൽ നിന്നും ഒരു ഉദയം, ഒരു വെളിച്ചം, ഒരു ഖമർ, ഒരു ബദർ, ഒരു പ്രകാശം. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا. ഒരു വെളിച്ചം. ആ വെളിച്ചം ഉദയം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കണ്ണ് തുറന്നു, കാഴ്ച കിട്ടി. അടുത്തിരുന്നത് വാപ്പയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അദ്ദേഹത്തെ ആദരിച്ചു. അടുത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ വാരിക്കോരിയെടുത്ത് മുത്തം കൊടുത്തു, മാറോട് ചേർത്തു. അടുത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ മകളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വെളിച്ചം വരുന്നതിന് തൊട്ടും മുമ്പും മക്കയുടെയും മദീനയുടെയും സാംസ്കാരികമായ ചിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സ്വന്തം ബീജത്തിൽ പിറന്നത് പെണ്ണാണെന്നറിയുമ്പോൾ ആ കൊച്ചു കിടാവിനെ സ്വന്തം കൈകളെ കൊണ്ട് ഞെക്കിക്കൊല്ലാൻ മടിക്കാത്ത മനുഷ്യത്വം വരവിച്ചു പോയ ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നു. ഖുർആൻ പറയാണ് അന്നത്തെ ചിത്രം. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَىٰ مِنَ الْقَوْمِ مِن سُوءِ مَا بُشِّرَ بِهِ. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി, 12 കൊല്ലമായി, 15 കൊല്ലമായി, ഇനിയും ഒരു കുഞ്ഞായില്ല എന്ന് ചില സഹോദരന്മാർ വന്ന് പറഞ്ഞു ദ്വാരക്കണമെന്ന് പറയുമ്പോൾ അവരറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോകാറുണ്ട്. കാലങ്ങളോളം കാത്തിരുന്നിട്ട് കുടുംബത്തിൽ ഒരു സന്തോഷം പകർന്നുകൊണ്ട് പടച്ചവൻ സമ്മാനിക്കുന്ന കുഞ്ഞ് ആ കുടുംബത്തിന് എത്ര സന്തോഷമായിരിക്കും, എത്ര ആഹ്ലാദമായിരിക്കും. പക്ഷെ അള്ളാഹു പറയാണ് വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പിറന്നു വീണത് പെണ്ണാണെന്നറിയുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. വാടി വിളർന്ന് കരുവാളിച്ചു പോകുന്ന മുഖത്തോടു കൂടി അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫി തുറാബ്. ഖുർആൻ പറയാം, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫി തുറാബ്. അപമാനഭാരം സഹിച്ചുകൊണ്ട്, നാട്ടുകാരുടെ കളിയാക്കളൊക്കെ സഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടു നടക്കണോ? അതല്ല, നാട്ടാചാരത്തിൻ്റെ മുമ്പിൽ വമ്പനായി നടിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കുഞ്ഞിനെ കൈകൊണ്ട് ഞാൻ ഞെക്കിക്കൊല്ലണോ എന്നവൻ ആലോചിക്കുകയാണ്. അലാ സാഅമായ ഹുക്മുൻ. അള്ളാഹു പറയുന്നു, എത്ര വൃത്തികെട്ട, വൃത്തിഹീനമായ, മോശപ്പെട്ട തീരുമാനത്തിലേക്കാണ് അവൻ ചെന്നെത്തുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അങ്ങയിലൂടെ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടി, പ്രകാശം കിട്ടി, ഞങ്ങൾക്ക് പരലോകം മനസ്സിലായി, പടച്ചവനെ മനസ്സിലായി, ഞങ്ങളുടെ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പശ്ചാത്തപിച്ചു. പക്ഷേ നബിയെ, എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഓർക്കാൻ സാധ്യതയില്ലാത്ത ചില ക്രൂരകൃത്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എനിക്ക് മാപ്പ് കിട്ടുമോ? എനിക്ക് മാപ്പ് കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് മാപ്പ് കിട്ടുമോ എന്ന് ഭയക്കുമാർ അത്രയും ക്രൂരത നീ എന്താ ചെയ്തത്? എനിക്ക് 20 മിനിറ്റാണ് അനുവദിച്ചത്. ആ 20 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല.
ഞാനതുകൊണ്ട് സൂചനയിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ആറ്റുനോറ്റ് കാത്തിരുന്നപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കണ്ട മാത്രയിൽ എൻ്റെ സന്തോഷം അലതല്ലി. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരി കോരി എടുത്ത് തുള്ളിച്ചാടി നടക്കുന്നതിനിടയിലാണ് ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എന്താ സത്യം എന്നറിയോ? പെണ്ണായിപ്പോയി. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനിടയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ അവരെന്നെ കളിയാക്കി, പരിഹസിച്ചു, മാറ്റി നിർത്തി, സദസ്സിൽ ഒപ്പമിരുത്താതെയായി. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു, അപമാനഭാരം സഹിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ പോറ്റണോ, അതല്ല ഈ കുഞ്ഞിനെ കൊല ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ആളായി നടക്കണമോ എന്ന് ഞാൻ ആലോചിച്ചു. വീട്ടിൽ വന്ന് കുഞ്ഞിൻ്റെ കളി കാണുമ്പോൾ ആ കുഞ്ഞ് എൻ്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ അപമാനമൊന്നും ഒരു വലുതല്ല. പക്ഷേ തിരിച്ച് സദസ്സിൽ പോയി നാട്ടുകാരെന്നെ കളിയാക്കുമ്പോൾ കുഞ്ഞിനെ കുറിച്ചിട്ട് എനിക്ക് മാതൃകയിലുള്ള ചിന്ത വരും. നബിയെ, ഒടുവിൽ ഈ ക്രൂരനായ വാപ്പ ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നാട്ടുകാരെ സന്തോഷിപ്പിക്കാനായി, ആചാരം നിലനിർത്താനായി ഒരു കുഴിയെടുത്ത് അവനെ ആ കുഴിയിൽ ഇറക്കി നിർത്തി. അവൻ്റെ നേരെ ഞാൻ കല്ലും മണ്ണും വലിച്ചെറിയുന്ന വേളയിൽ ആ കുഴിയിലിരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞ് വിളിച്ചു, ബാപ്പാ 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 എന്ന് വിളിക്കുന്ന ആ വിളി ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അതൊന്നും എൻ്റെ മനസ്സിനെ അലിയിച്ചില്ല. വീണ്ടും ഞാൻ ആ കുഞ്ഞിൻ്റെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന കല്ലുകൾ കൊണ്ട് പെടയുമ്പോൾ ആ കുഞ്ഞിങ്ങനെ പറയുന്നത് പോലെ ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുകയാണ്, വാപ്പ എന്നെ കൊല്ലല്ലേ, ഞാൻ നിങ്ങളോട് ചോറ് ചോദിക്കൂല, ഞാൻ നിങ്ങളോട് വിദ്യാഭ്യാസം ചോദിക്കൂല, ഞാൻ നിങ്ങളോട് ആനുകൂല്യങ്ങൾ ചോദിക്കൂല, ഞാൻ നിങ്ങളോട് അനന്തര സ്വത്ത് അവകാശപ്പെടുകയില്ല, ആവശ്യപ്പെടുകയില്ല, എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. പക്ഷേ അപമാനഭാരം താങ്ങാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു വലിയ പാറക്കല്ല കൊച്ചു കുഞ്ഞിൻ്റെ കുരുന്ന് തലയിലെടുത്തിട്ട് ഞാൻ അവരെ കൊന്നുകളഞ്ഞു. എനിക്ക് മാപ്പ് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൽ തപ്പിയിരുന്ന ആ സഹാബത്ത് എന്ന് നേരത്തെ സൂചിപ്പിച്ച ആ മഹാത്മാക്കൾക്കിടയിലേക്ക് അഷ്റഫുൽ ഖൽക്കാകുന്ന ഉദയം, ആ വെളിച്ചം ഉദയം ചെയ്തതോടുകൂടി അവരുടെ കണ്ണുകൾ തുറന്നു. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട പല സഹോദരന്മാരും സൂചിപ്പിച്ചതുപോലെ അവർക്കിടയിൽ പിന്നെ പെണ്ണ് അമ്മയായി, ഉമ്മയായി, പെങ്ങളായി, അവർ സ്വർഗ സ്ത്രീകളായി. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എല്ലാ രംഗത്തും ഉയർന്ന അവസ്ഥയിലേക്ക് മനുഷ്യ വിഭാഗം കൈപിടിച്ചാനയിക്കപ്പെട്ടു.